അപ്പം ഞാനവിടുത്തെ ഉപകരണം വായിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ് ഇൻസ്ട്രുമെന്റ് മ്യൂസിക്. ഞാൻ ഹാർമോണിയം എടുത്ത് സമയമാനത്തിൽ എന്ന പാട്ട് പാടി. അപ്പം സാർമാർ പറഞ്ഞു പൊട്ടൻ കത്തനിടാൻ. നരേന്ദ്രമോദി സർ നരേന്ദ്രമോദിയോട് പറയും നല്ല നേതാവാണ്, ഈ മതവർഗീയത കാണിക്കാത്ത പെരുമാറ്റം കൂടി ചെയ്താൽ നല്ല ലീഡറാണ്. പിണറായി വിജയൻ സർ പിണറായി വിജയനോട് പറയുന്നത് ഗൗരവം വന്നാലും അല്പം കൂടെ മയത്തിൽ എല്ലാവരോടും ഒന്ന് വർത്താനം പറയാം. അതിന്റെ പറയുന്നത് മാന്യനായ നേതാവാണ്, പക്ഷെ പിള്ളകളി ഇനിയും പോകാനുണ്ട്, അല്പം കൂടെ ഗൗരവം വരും. സുരേഷ് ഗോപി ഒരു സിനിമാ മന്ത്രിയാണേലും ഒരു കോമാളി വേഷമാണ്, അല്പം കൂടെ സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കും. എല്ലാരും നല്ലവരാ, പക്ഷെ ചുമ്മാ കളിതമാശ ജീവിതം. കന്യമാസത്തിൽ പട്ടികൾ കൂടുതലേ ആ സ്റ്റാൻഡേർഡിലാണ് പലതും. അവിടെ നല്ല അപ്പനന്മാരുള്ളപ്പം മക്കളും നല്ല. ഒരു കപ്പൽ മുങ്ങുന്നത് ഒരു വലിയ ഓട്ടയല്ല, ഒരുപാട് സൂചിമന കുഴ, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. കല്യാണം കഴിച്ചാലും മിണ്ടിയല്ല, ചുമ്മാ ഫോണെ കിള്ളിക്കൊണ്ടിരിക്കും. വർത്താനം പറഞ്ഞാലേ സ്നേഹത്തിന്റെ തരംഗം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുള്ളൂ. വർത്താനം പറഞ്ഞില്ലെങ്കിൽ നെഗറ്റീവ് എനർജി തന്നെ ഈ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന് വന്നുകൊണ്ടേ. ഒരു 3 ഉപദേശങ്ങൾ മോഡേൺ ജനറേഷൻ ജീവിക്കുന്ന ഒരു കപ്പിൾസിന്. ഒന്നാമതായിട്ട്, ജീവിതത്തില് കോപം വരുമ്പോൾ സംസാരിക്കാതിരിക്കുക. നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്. അമിതമായ ആഹ്ലാദം വരുമ്പോൾ പാർട്ട്ണർക്ക് വാഗ്ദാനം കൊടുക്കരുത്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് ഞാനുള്ളത് ഒഴുവൂര് ഒരു ദേവാലയത്തിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെയാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് ഉള്ളത്. അതാരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നർമ്മത്തെ ചാലിച്ച ഉപദേശം കൊണ്ടും ഒളിവില്ലാത്ത സംസാരം കൊണ്ടും നമ്മുടെ ഏവരെ പ്രിയപ്പെട്ട ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛനെ കാണാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സോ അച്ഛൻ ദേവാലയത്തിന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, വാ. ഹലോ അച്ഛാ, നമസ്കാരം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോ അച്ഛാ പ്രാർത്ഥനയിലായിരുന്നു? ഓക്കെ. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരോട്, ഞങ്ങൾ മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരുപാട് വിശേഷങ്ങളും അച്ഛനും എനിക്കും എല്ലാവർക്കും പറയാനുണ്ട്. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ചാലോ? ഓക്കെ. അപ്പൊ അച്ഛാ, ഇപ്പൊ ഞങ്ങളുടെ മൈൽസ്റ്റോൺ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അച്ഛൻ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത് കാപ്പിപ്പൊടി അച്ഛൻ എന്നാണ്. അതെന്തുകൊണ്ടാ? അത് നമ്മുടെ മാർത്തോമാ സഭയുടെ മുൻ പിതാവ് ക്രിസ്തോസ് തിരുമേനി ഒരു മീറ്റിംഗ് വെച്ച് എന്നെ വിളിച്ച പേരാ കാപ്പിപ്പൊടി അച്ഛ. അത് പിന്നെ സോഷ്യൽ മീഡിയ പിതാവ് രസീനായതുകൊണ്ട് സോഷ്യൽ മീഡിയ പിന്നെ ഏറ്റെടുത്തു. ഓക്കെ. അച്ഛൻ ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമാണോ കാപ്പിപ്പൊടി അച്ഛ? നമ്മുടെ ഭാഗമായിട്ട് മാറിയില്ല, എപ്പോഴും എല്ലാവരും അങ്ങനെ വിളിക്കും. അതെ, എല്ലാവരും അങ്ങനെയാണ്. അപ്പൊ അച്ഛൻ ജനിച്ചതും വളർന്നതും എല്ലാം കട്ടപ്പനയിലാണ് അല്ലേ? അപ്പൊ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. വലിയ തോള ജോസഫിന്റെയും അന്നമ്മയുടെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു അല്ലെ ഫാദർ? അപ്പ മിലിറ്ററിയിൽ. അപ്പൊ ആ അപ്പന്റെ ചിട്ടകളും കാര്യങ്ങളൊക്കെ അച്ഛനും കിട്ടിയിട്ടുണ്ടോ? പ്രസംഗിക്കുമ്പോഴാണേലും അപ്പോയിന്റ്മെന്റ് ആണേലും എവിടെ ആണേലും സമയനിഷ്ഠ ഭയങ്കര. അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. സമയനിഷ്ഠ പാലിച്ചാൽ നമുക്ക് ഇരട്ടി പണി ചെയ്യാൻ പറ്റും. ഒരുപാട് സമയം നമ്മൾ പാഴാക്കുന്നതുകൊണ്ടാണ് ഫോണും കിള്ളി അതും പറഞ്ഞു ഇതും പറഞ്ഞു വിലപ്പെട്ട സമയം വേസ്റ്റ് ആകും. നല്ല വായന, നല്ല സംസാരം, നമ്മുടെ ആലോചനകള്, അങ്ങനെ സമയം നമ്മൾ ചെലവഴിക്കണം. ഇപ്പോഴും അച്ഛന്റെ ഫാദർ പറഞ്ഞു തന്നേക്കണേ, ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടന്നിരിക്കുന്ന ഒരു ഉപദേശം ഉണ്ടോ? ചെറുപ്പത്തിലെ പറഞ്ഞു തന്ന ഒരു കാര്യം? ഒന്ന്, വാക്കു പാലിക്കുക. രണ്ട്, സമയനിഷ്ഠ പാലിക്കുക. ഇത് രണ്ടും കൊച്ചുനാൾ മുതലേ അഭ്യസിച്ചു വന്നു. അത് ഇപ്പോഴും മനസ്സിലങ്ങനെ തുടരുന്നു. ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ആരോടായിരുന്നു? ഫാദറിന് പപ്പയോടായിരുന്നോ മമ്മിയോടായിരുന്നോ? അമ്മയോടായിരുന്നു. എല്ലാ കാര്യങ്ങളും പറയുന്നതും മാതൃക അപ്പനായിരുന്നു, അറ്റാച്ച്മെന്റ് അമ്മയോടായിരുന്നു.
ഓക്കെ. അപ്പം സ്കൂളൊക്കെ അവിടെ തന്നെയായിരുന്നു പഠിച്ചത്? കട്ടപ്പനയിൽ തന്നെയായിരുന്നു പഠനമൊക്കെ? വലിയ തോവ ക്രിസ്തുരാജേഷ്. ഓക്കെ. അവിടെ ഒരു യൂത്ത് ഫെസ്റ്റിവലിന്റെ ഒരു കഥയുണ്ടല്ലോ, ഒരു ഹാർമോണിയം വായിച്ച കഥ, അതൊന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാവോ? സംഗീതം നമ്മള് പഠിക്കുമായിരുന്നേ, കർണാടിക് മ്യൂസിക് പഠിപ്പിച്ചു. ഓക്കെ. അപ്പൊ യൂത്ത് ഫെസ്റ്റിവലിന് ഇൻസ്ട്രുമെന്റ് മ്യൂസിക്. ആ അപ്പൊ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് എന്ന് പറഞ്ഞപ്പം അന്ന് സാറന്മാര് കഴിയാനില്ല, കുട്ടികളുടെ കല പോലെ പ്രകടിപ്പിക്കാന്നുള്ള. ആ അപ്പം ഞാനവിടുത്തെ ഉപകരണം വായിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ് ഇൻസ്ട്രുമെന്റ് മ്യൂസിക്. ഓക്കെ. ഞാൻ ഹാർമോണിയം എടുത്ത് സമയമാനത്തിൽ എന്ന പാട്ട് പാടി. അപ്പം സാറന്മാര് പറഞ്ഞു പൊട്ടൻ കർട്ടനിടാൻ. പിന്നെ സങ്കടത്തോടെ വീട്ടിൽ പോയി. പിന്നെ 2 ദിവസം സ്കൂളിലേക്ക് പോയില്ല, വീട്ടിൽ തന്നെ കൊതി ചെയ്തു. പിന്നെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു അങ്ങനെ സങ്കടപ്പെടാനൊന്നുമില്ല, പ്രസംഗം ഉപന്യാസം ഒക്കെ നന്നായിട്ട് അക്ഷരസ്ഫുടതയുണ്ടല്ലോ, അത് ചെയ്തു. തന്നെയല്ല മോൻ്റെ 2ലെയും പാട്ട് കേട്ടിട്ട് സംഗീതം അത്ര ചേർന്നാന്ന് തോന്നുന്നില്ല, പ്രസംഗമായിരിക്കും മെച്ചം. അതായിരുന്നു യൂത്ത് ഫെസ്റ്റിവലിന്റെ അനുഭവം. അവിടെ നിന്നാണ് പിന്നെ പ്രസംഗത്തിലേക്ക് തിരിയാനൊക്കെ ഉണ്ടായ ഒരവസരം. ഓക്കെ. ഇപ്പം സ്കൂൾ ജീവിതം കഴിഞ്ഞ് പ്രീ ഡിഗ്രി ആയപ്പോഴാണ് അച്ഛന് രാഷ്ട്രീയം ചെറുതായിട്ട് തലക്കൊക്കെ പിടിച്ചത് അല്ലേ? അപ്പം രാഷ്ട്രീയത്തിനോട് ഭയങ്കര ഒരു ചായ വന്നത് പ്രീ ഡിഗ്രിയിലായിരുന്നു. ആ ടൈമിൽ ആരായിരുന്നു ഒരു റോൾ മോഡൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം ഒക്കെ ചെയ്യണം എന്നൊക്കെ തോന്നിപ്പിച്ചത് എന്തുകൊണ്ടായിരുന്നു? പിന്നെ മാണി സാറ്, ടി ജോസഫ്, അങ്ങനെയുള്ള വലിയൊരു സൗഹൃദ ബന്ധം മാണി ജോസഫൊക്കെ ആയിട്ട് വ്യക്തിപരമായ അടുപ്പമുണ്ട്. അനിയുടെ ഒക്കെ വലിയ ആദർശ രാഷ്ട്രീയം വന്നപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത ഉണ്ടായി. അങ്ങനെയാണ് കോളേജ് രാഷ്ട്രീയത്തിലേക്കും കാമ്പസ് രാഷ്ട്രീയത്തിലേക്കും പിന്നെ കടന്നു വന്നത്. ഇപ്പൊ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛന്റെ പ്രസംഗത്തിന്റെ റോൾ മോഡൽ എപ്പോഴും മാണി സാറാണെന്ന്. അത് പ്രസംഗ ശൈലിയാണ്, അത് എന്തുകൊണ്ടാണ് പ്രസംഗത്തിന്റെ മനുഷ്യന്റെ മനസ്സിൽ പതിപ്പിക്കുന്ന രീതിയിൽ പറയാൻ മാണി സാറിന് പറ്റും. ഒരാളെ അദ്ദേഹം മനസ്സിൽ എന്ത് ചിന്തിക്കുന്നോ ആ ചിന്താതലത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ പറയുന്നൊരു ഫോഴ്സും ഒരു രീതിയുണ്ട്. അത് പൊതുവിലൊരു ആകർഷണീയമായിട്ട് തോന്നി. ഒത്തിരി പേർക്ക് വലിയ ഒരു ആകർഷണമായിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ അച്ഛന്റെ പേര്, ഫാദറിന്റെ പേര് പി ജെ ജോസഫ് എന്ന് തന്നെയായിരുന്നു അല്ലെ? നമ്മുടെ തൊടുപുഴയിലും ഉണ്ട് നമുക്ക് പ്രിയപ്പെട്ട പി ജെ ജോസഫ്. ഓക്കെ. അതിനുശേഷമാണ് ജോസഫ് പുത്തമ്പുരയ്ക്കൽ എന്ന പേര്. ഓ, അങ്ങനെ വന്നതാണ്. തീപ്പൊരി അച്ഛൻ അല്ലെങ്കിൽ തീപ്പൊരി ജോസഫ് എന്നൊക്കെ അങ്ങനെ ഒരു ഇരട്ട പേരുണ്ടായിരുന്നോ കോളേജില്? ഞാൻ ഒത്തിരി ശക്തമായിട്ട് പ്രസംഗിക്കുമായിരുന്നേ, ആ രീതിയിൽ ആ പേരുണ്ടായിരുന്നു. സഭയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രസംഗം ആൾക്കാരുടെ മനസ്സിൽ കയറുകയല്ല, കേൾക്കുമ്പോൾ ഒരു സുഖം എന്നുള്ളതുള്ളൂ, അതിനപ്പുറത്തേക്കില്ല. പിന്നീട് ശൈലി മാറ്റി ഭരതമൊക്കെ കൂട്ടിച്ചേർത്ത് പറയുന്ന പുതിയൊരു ആവിഷ്കരണ ശൈലി. ഓക്കെ. ഇപ്പൊ പ്രീ ഡിഗ്രി ടൈമില്, ആ ടൈമില് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നല്ലോ അച്ഛൻ. അപ്പം ഈ കോളേജിൽ എന്തായാലും രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പരസ്പരം അടിയും വഴക്കും തറക്കവും ഒക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ എപ്പോഴെങ്കിലും അടി കൂടാനൊക്കെ പോയിട്ടുണ്ടോ? രാഷ്ട്രീയ സംഘടന ബഹളവും ഉണ്ടായില്ല, അടിയായിട്ട് വന്നിട്ടില്ല, ഭയങ്കര എതിർപ്പും ബഹളങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രസംഗം പറച്ചിലൊക്കെ ആയിട്ട് അങ്ങനെയുള്ള അന്തരീക്ഷമുള്ളൂ. ഈശ്വരുണ്ട്. അല്ലാതെ ഇതുവരെ അങ്ങനെ അടിപിടിക്കൊന്നും അതിനൊന്നും പോയിട്ടില്ല. വലിയ അടിയൊന്നും ഇല്ല. ചില കാമ്പസുകളിൽ ഞങ്ങളൊക്കെ ഹൈറേഞ്ച് ആകുമ്പോഴേ അങ്ങനെയുള്ള എല്ലാവരും അടുത്ത് മുഖപരിചയവും അപരിചിതരാരും ഇല്ലല്ലോ, വഴക്കുണ്ടാക്കുമ്പോഴും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകത്തില്ലായിരുന്നു. ഈ രാഷ്ട്രീയം തലക്ക് പിടിച്ചപ്പോ പഠനത്തിലൊക്കെ ചെറുതായിട്ട് ഉഴപ്പല്ലേ? നടന്നില്ല. എപ്പോഴാണ് അച്ഛന് ഈ സന്യാസി ജീവിതം ചൂസ് ചെയ്യാം? ഇപ്പൊ ഈ രാഷ്ട്രീയമൊക്കെ വെച്ച് ഇങ്ങനെ സൊസൈറ്റിക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് ഈ സന്യാസ വേഷം ആണ് എനിക്ക് വിധിച്ചിരിക്കുന്നത്, ആ ഒരു വിളി എപ്പോഴാണ് ഉണ്ടായത്? ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം പോകാൻ ആഗ്രഹിച്ചതാ, വീട്ടുകാർ വിട്ടില്ല, അതുകൊണ്ട് ഡിഗ്രിക്ക് പോയതാ. അപ്പം പിന്നെ അതിനകത്ത് വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞപ്പോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും 2000 പിളർന്നപ്പം ഒരർത്ഥമില്ലാന്ന് തോന്നി. അപ്പൊ വീണ്ടും പഴയ ആ മോഹം, അത് തന്നെയാ ഭേദം എന്നുള്ളത് തോന്നി. കാരണം അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒരുപാട് നന്മ ചെയ്യുന്ന ഒത്തിരി പേര് റോൾ മോഡൽ അവരിലുമുണ്ട്. ആ ഒരു ശൈലിയാണ് അല്പം കൂടെ ആവശ്യം. അതിനകത്ത് പിന്നെ
പിളർപ്പൊന്നുമില്ലല്ലോ, ജീവിച്ചു പോയാൽ പോയി. അങ്ങനെയാണ് 1980 ചേരുന്നത്. ഓക്കെ. ഇപ്പൊ ഈ പ്രീ ഡിഗ്രി ടൈമിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചെയ്ത ഏറ്റവും നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയത്തൊക്കെ നിങ്ങളുടെ കോളേജിൽ ചെയ്തിട്ടുണ്ട്? അങ്ങനെയുള്ള റോളൊന്നും ആർക്കും ഇല്ല. ചുമ്മാ പറയാൻ നടക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ വലിയ MLA-മാരും നേതാക്കന്മാരും ചെയ്താലേ ഉള്ളൂ. ഞങ്ങളുടെ വിചാരിച്ച് അവര് പറയുന്നത് കേട്ട് കുറെ അന്നതേ ഉള്ളൂ. എന്നാണ് പിന്നെ വിദ്യാർത്ഥി സമരവും വേറെ പല രീതിയിലൊക്കെ വരുന്നതിനും വേണ്ടി അന്ന് അത്രയും ആ സ്വാധീന ശക്തി ഇല്ലായിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ സന്യാസി വേഷം ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അച്ഛൻ കോൺഗ്രസിന്റെ ഒരു തലപ്പത്ത് കണ്ടാന്. അപ്പൊ ഏത് കേരള കോൺഗ്രസിലായിരുന്നു. അതെ, ഏത് പൊസിഷനിലായിരിക്കും ഇപ്പൊ ഞങ്ങൾ അച്ഛനെ കണ്ടായിരുന്നെ ഇപ്പൊ രാഷ്ട്രീയം തന്നെ തുടർന്നിരുന്നെങ്കിൽ? അന്നത്തെ രീതി പോയാൽ ചിലപ്പം MLA ആയത്. ഞങ്ങളുടെയൊക്കെ അവിടെ കുറച്ച് ലീഡേഴ്സേ ഉള്ളൂ. എന്റെ കൂട്ടുകാരൊക്കെയാ പിന്നെ അവിടെ MLA-മാരായത്. സാധ്യത ചിലപ്പം വെറുതെ തല്ലിപ്പൊളിച്ച് പോവുകയും ചെയ്യാം. അതുണ്ട്. ഓക്കെ. പിന്നെ അച്ഛന് ഈ സഭ തന്നെ, കപ്പൂച്ചി സഭ തന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്താണ്? അതിന്റെ കാരണം ഈ സഭയ്ക്ക് വലിയ സ്ഥാപനങ്ങളൊന്നുമില്ല. സുവിശേഷ പ്രസംഗം മാത്രമേ ഉള്ളൂ. പ്രസംഗം, കൗൺസിലിംഗ്, വേറൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം പ്രസംഗം ഒരു ക്യാരിസ്മായിട്ടുള്ളത് കൊണ്ട് അപ്രസംഗമുള്ള സഭയോട് താല്പര്യമായിരുന്നു. ഈ നമ്മുടെ ഈ ഫാദറിന്റെ ഈ ഡ്രസ്സിൽ ഒരുപാട് പോക്കറ്റുകളുള്ള കോസ്റ്റ്യൂം ഇതാന്ന് ഫാദർ പറയണ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പോക്കറ്റ്, അതായത് ഞങ്ങൾക്ക് വേറെ സ്ഥാപനം ഇല്ലാത്തതുകൊണ്ട് വരുമാനമില്ല. അതുകൊണ്ട് ആരെവിടെ തന്നെ ആണെങ്കിലും മേടിക്കാൻ അദ്ദേഹത്തിന് സകല ടോട്ടൽ എത്ര പോക്കറ്റുകളുണ്ടോ ഈ കുപ്പായത്തില്? അകത്തിപ്പം പ്രതീക്ഷിച്ചൊരു വലിയ 2, പുറകിൽ ഏർബാഗി പോലെ 1, അകത്ത് 2. ഒരു 5-6 പോക്കറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോയാലോ? ഇവിടെ ഇപ്പൊ ആരൊക്കെ ഉണ്ട് ഫാദർ? 4 പേര്. ഓക്കെ. നിങ്ങളുടെ കൂട്ടായ്മയാണ് അല്ലെ ഈ ആശ്രമവും കാര്യങ്ങളും? ചുറ്റുപാടുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഇവിടെ നിന്നുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ധ്യാനിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അച്ഛൻ്റെ ഒരു ദിവസം എങ്ങനെയാ? ഇപ്പൊ വലിയ മീറ്റിംഗ്സോ അച്ഛൻ പങ്കെടുക്കേണ്ട ഒരു പരിപാടി ഇല്ല. അപ്പൊ എങ്ങനെയായിരിക്കും ആശ്രമത്തിൽ ഒരു ദിവസം അച്ഛൻ ചെലവഴിക്കുന്നത്? രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. പിന്നെ 5:30 പ്രഭാത പ്രാർത്ഥന ആരംഭിക്കും. 6-ന് കുർബാനയുണ്ട്. ഒരു 7:30 കാപ്പിയോ കുടിക്കും. പിന്നെ കുറച്ച് നേരം പത്രം വായിക്കും. ചിലപ്പം അല്പം TV കാണും. പിന്നെ ഞാൻ പുസ്തകത്തിന്റെ ലോകത്തിലേക്ക് പോകും. വായിക്കും, നോട്ട് കുറിക്കും. അങ്ങനെ പിന്നെ ഉച്ചഭക്ഷണമായി. ഉച്ച കഴിഞ്ഞ് ഞാൻ പകൽ ഉറങ്ങുകയില്ല. എന്നാലും ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും വായന, പിന്നെ എപ്പോഴും അപ്പോയിന്റ്മെന്റ് കാണും. ആൾക്കാർ ഇഷ്ടംപോലെ വന്നോണ്ടിരിക്കും ഉള്ള ദിവസങ്ങൾ. ഇപ്പം അച്ഛൻ്റെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയില് എപ്പോഴും ആൾക്കാർ കണ്ടുചിരിക്കുന്നതും എല്ലാം എന്നായിരുന്നു ഭാര്യ ഭർത്ത ദാമ്പത്യ കൗൺസിലിംഗ് ആണ് അച്ഛന് ശ്രദ്ധേയമായിരിക്കുന്നത്. അപ്പം എപ്പോഴെങ്കിലും ഇപ്പൊ അച്ഛൻ പറയാറുണ്ട്, തിരിച്ച് കുറെ പേര് ചോദിക്കാറുണ്ട്, അച്ഛൻ ഇതൊന്നും അറിയത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അച്ഛന് ഇതിനെ കുറിച്ചൊക്കെ നോളജ്? അപ്പൊ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ വായനയിലൂടെയും പലരുടെയും ജീവിത അനുഭവങ്ങളിലൂടെയാണെന്ന്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ദമ്പതിമാര് അച്ഛനെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളോ സംശയങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടോ? വരുന്നതെല്ലാം പ്രശ്നം പരിഹരിക്കാനുള്ള ആ രീതിയിലാണ്. വേറെ ചോദ്യമൊന്നും അതില്ല. എങ്ങനെ ഒരു ഇഷ്യൂ ആണ്, ഞങ്ങൾ അങ്ങനെ അവരെ സഹായിക്കാം, അതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ചേരം ഇരുന്ന് സംസാരിച്ചാലോ? എങ്ങനെ ഇരിക്കാം? ഫാദറിന്റെ കുടുംബം ഒരു കർഷക കുടുംബമാണല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ആശ്രമത്തിലെ ചെടികളും ഇതൊക്കെ ഫാദർ തന്നെയാണോ നോക്കി നടത്തുന്നതും കാര്യങ്ങളും? വരെ അച്ഛന്മാരുണ്ട്, എങ്കിലും ഞാൻ ചെടികളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. നടത്തുന്നവര് വേറെ ഉണ്ട്. സ്ഥിരം പണിയാണ്. ഇഷ്ടമാണ്, കൃഷി കാണാൻ ഇഷ്ടമാണ്. അതിന് എപ്പോഴും പോയി പ്രവർത്തിക്കാൻ സമയം കിട്ടുകയല്ല, എന്നാലും പറയുന്നൊക്കെ സപ്പോർട്ട് ചെയ്തോളൂ. അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ജില്ലയാണ് ഇടുക്കിയും വയനാടും. അതിന്റെ കാരണം എന്താ? പ്രകൃതിയുടെ ഭംഗി, മലകളും തോട്ടങ്ങളും, ഒരു കാർഷിക മേഖല, പിന്നെ ജനിച്ചു വളർന്നതാണ് ഇടുക്കിയോട് താല്പര്യം, കാലാവസ്ഥ. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട് വയനാട്ടില്. പിന്നെ വയനാട്ടിൽ പലപ്പോഴും പോകുമ്പോൾ ഇഷ്ടമാണ്. ചോരം കയറി ചെന്ന് കഴിഞ്ഞാലേ എന്നെ കാണാൻ വലിയ ഇഷ്ടമാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി ഈ 2 ജില്ലകളിൽ കിട്ടും. മറ്റു വേണ്ടതും അതില്ല. സിറ്റി ആയിട്ട് നമുക്കൊരു നെഗറ്റീവ് മടുക്കും നമ്മളെ പെട്ടെന്ന്. ഇടുക്കിയിലും വയനാടും ചെന്ന് നമുക്ക് മടുപ്പില്ല. എറണാകുളമൊക്കെ ഏറ്റവും മടുക്കും. കാരണം ആൾക്കാരുടെ കുഴപ്പമില്ല, കോൺക്രീറ്റ് കെട്ടിടങ്ങളാ, അതിന്റെ ചൂടാണ് ദേഹത്തേക്ക് വരിക. വയനാട്ടിലും ഇടുക്കിയിലും മരത്തിന്റെ പച്ചപ്പാണ്, അതിന്റെ കുളിർമ വരും. നമ്മുടെ ചിന്തകളെയും ബോഡിയും അല്ലാതെ ബാധിക്കും. ഇടുക്കിയിലേക്ക് പോവാറുണ്ടോ? കട്ടപ്പനയിലേക്ക്? അങ്ങനെ പോകാറില്ല, പക്ഷെ ഇഷ്ടം പോലെ
പ്രസംഗത്തിന് വിളിക്കുമല്ലോ, ആ ക്ഷേത്രങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നൊക്കെ. ആ അപ്പൊ അതിനുവേണ്ടി പോകുമ്പോൾ അത്യാവശ്യം വീട്ടിലൊന്നും ഓക്കെ അപ്പനും അമ്മകൾക്ക് കൂടുതൽ പോകും, കാരണം പ്രായമല്ലേ. ആ ചേട്ടനൊക്കെ ഞങ്ങൾ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. ആ പിന്നെ ചേട്ടൻ്റെ മകനും അച്ഛനാണ്. ആ പിന്നെ നമുക്ക് മറ്റൊരു ബന്ധമാണ്. മറ്റൊരു ബന്ധാണ്. ഓക്കെ. ഇപ്പം ഇപ്പൊ അച്ഛന്റെ പ്രസംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നർമ്മം പ്ലസ് അല്ലെങ്കിൽ ഉപദേശം ഉണ്ടാവും അതിൽ. പക്ഷെ നർമ്മത്തിന്റെ ഒരു രീതിയിലാണ് അച്ഛൻ പ്രസംഗിക്കുന്നത്. എല്ലാ പ്രസംഗവും യൂട്യൂബില് ട്രെൻഡിങ് ആണ്, അല്ലെങ്കിൽ എല്ലാ പ്രസംഗവും മില്യൺ വ്യൂസ് ആണ്. അപ്പം ഓരോ സ്ഥലത്തും ഓരോരോ പ്രസംഗം അല്ലെങ്കിൽ ഓരോരോ ഉപദേശങ്ങൾ കൊടുക്കണല്ലോ. ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയ കിടക്കാണല്ലോ അച്ഛന്റെ. അപ്പൊ അതെങ്ങനെയാ അച്ഛൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്? നമുക്ക് മാറ്റാൻ പറ്റുകയല്ല, ആ പുത്തൻ ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ആ പ്രസംഗം ആശ്രയിച്ചങ്ങ് തുടരും, ഉം. ടീം തുടരും. ആ. കാരണം ഈ പ്രസംഗത്തിൽ പറഞ്ഞു പോയി വല്ലതും ഓർക്കുന്നില്ലല്ലോ, ആ പല്ലി കേട്ട തമാശയിലേ ഓർക്കുള്ളൂ. ആ അതെ. അതുകൊണ്ട് ഒത്തിരി വൈറലായ തമാശ വിട്ടിട്ട് ആ ചിലത് ഉപയോഗിക്കും, ആ പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും പുത്തൻ ആഡ് ചെയ്യും. അങ്ങനെ പോകും. ഓക്കെ. ഇപ്പം അച്ഛനെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത് ഭാര്യ ഭർത്ത ബന്ധത്തിനെ കുറിച്ചും അങ്ങനത്തെ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. ഇപ്പത്തെ ജനറേഷൻ അറിയാലോ, ഭയങ്കരമായിട്ട് മോഡേൺ, ഇപ്പം ഒരുപാട് ടെക്നോളജി, ഒരുപാട് നമ്മുടെ ചിന്താഗതി എല്ലാം മാറിയ ഒരു ജനറേഷനാണ്. അപ്പൊ അച്ഛന്റെ കാഴ്ചപ്പാടില് ഓൾഡ് ജനറേഷൻ ആൻഡ് ന്യൂ ജനറേഷൻ ഫാമിലി ബന്ധങ്ങൾ എങ്ങനെയാ അച്ഛൻ നോക്കി കാണുന്നേ? ഈ രണ്ടു കൂട്ടത്തിലും കുഴപ്പിക്കളയുന്ന ഒരു രണ്ട് തലമുറയിലും ഉണ്ടായിരുന്നു. ആ എങ്കിലും അല്പം കൂടെ കുടുംബത്തിന്റെ ബന്ധം പഴയ തലമുറയ്ക്കായിരുന്നു, ഉം. അപ്പനമ്മമാരുടെ. ആ ഇപ്പം എന്നാ വെച്ചാലേ, ഇപ്പം എല്ലാവരും നല്ലവരാ, പക്ഷെ ചുമ്മാ കളിതമാശ ജീവിതം. ഉം. ചുമ്മാ പ്രേമം ചുമ്മാ കാണുന്നു. ഈ കന്യാമാസത്തിൽ പട്ടികൾ കൂടുതലേ ആ സ്റ്റാൻഡേർഡിലാണ് പലതും ഞാൻ കാണുന്നു, ആ എന്റെ വിലയിൽ. ആ ആ അതേ സമയത്ത് അങ്ങനെ കാണിച്ചോട്ടെ, ഉം. പിന്നെ ജീവിക്കുന്ന ജീവിതം അന്തസ്സാണെങ്കിൽ ഒന്നും പറയാനില്ല. ഉം. അത്ര ഈ എല്ലാം കാണിച്ചിട്ട് 5-ാം പോക്കൻ ഡൈവേഴ്സ് പറയുമ്പോൾ ഒരു പക്ഷിയുടെ സ്റ്റാൻഡ് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. ആ പണ്ടതല്ല, പണ്ട് രണ്ട് തെറി പറഞ്ഞാലും കൂടെ നിൽക്കുമായിരുന്നു. ഉം. 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 ആ ഒരു അതുകൊണ്ടാണ് കുടുംബം വളർന്നതും. നമ്മളിന്ന് ഭാരതം വളരുന്നതിന്റെ പ്രധാന കാരണം കുടുംബ ബന്ധങ്ങൾ, അല്ലാണ്ട് ഇതിൽ ഭരണത്തിന്റെ മുഖമല്ല. ഉം. ഏഷ്യയിൽ കുടുംബ ബന്ധങ്ങൾക്ക് നല്ല ഊന്നല. ഉം. അതുകൊണ്ട് അമേരിക്ക അവർക്ക് കുറെ കാശുണ്ടെങ്കിലും അവർക്കൊപ്പത്തിൽ കയറി വരാൻ പറ്റുന്നത് പണം ഉണ്ടാക്കിയിട്ടല്ല, ഈ ബന്ധത്തിന്റെ ഊഷ്മളതയല്ല. ആ അവിടെ നല്ല അപ്പനന്മാരുള്ളപ്പം മക്കളും നല്ല, അവർക്ക് റോൾ മോഡൽ ഉണ്ട്. വരുന്ന റോൾ മോഡൽ ഇല്ലാതെ വരുന്നു. അത് ഈ നാട്ടിലിപ്പോൾ അപകടമാണ്. പെട്ടെന്ന് ഡൈവേഴ്സ് ബഹളം ഒരു ആപത്താണ്. അതെ. ഇപ്പം ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഡിവോഴ്സസ് ഒക്കെ ഇപ്പൊ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ പണ്ടത്തെ കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ സഹിക്കാൻ ഒരുപാട് പേര്, ഇപ്പൊ നമ്മുടെ തലമുറ അമ്മച്ചിമാരുടെ ഒക്കെ നോക്കുകയാണെങ്കിൽ അവര് സന്തോഷമില്ല, പക്ഷെ അവര് സഹിച്ച് ഒരു കുടുംബജീവിതമാണ് മക്കളെന്ന് ഓർത്ത്. പക്ഷെ ഇപ്പത്തെ കാലത്തെ നമ്മുടെ ലൈക്ക് അങ്ങനെ സഹിക്കേണ്ട ആവശ്യമില്ല. കുറെ പേര് എഡ്യൂക്കേഷൻ ലെവല് സെറ്റിൽഡ് ആണ്. അപ്പൊ അങ്ങനെ നയിക്കണ്ട എന്ന് വിചാരിച്ച ഒരുപാട് ഡിവോഴ്സ് കേസുകളും വരുന്നുണ്ട്. അപ്പം അതെങ്ങനെയാ അച്ഛൻ നോക്കി കാണുന്നത്? നമ്മള് അവർക്ക് ജീവിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നല്ല ഗൈഡൻസ് മേടിക്കുന്ന മനഃശാസ്ത്രജ്ഞന്മാര് അങ്ങനെയുള്ളവരുടെ അവരോട് ഇന്ന് ചോദിച്ചിട്ട് സെറ്റിലാവും. അത് വേണ്ട പോകട്ടെന്ന് വെച്ചാൽ അവരനുഭവിച്ചോടുന്നുള്ളൂ, നമുക്കതിനെ സൂചിക്കുന്നു. അവരുടെ ലോകം നമ്മളെ ബാധിക്കുന്നില്ല, അങ്ങനെ എടുക്കുന്നു. മര്യാദയ്ക്ക് പറയും, നല്ല കാര്യം പറഞ്ഞും കൊടുക്കും. സ്വീകരിക്കുമെങ്കിൽ അവർക്ക് കൊള്ളാം, സ്വീകരിച്ചെങ്കിൽ അവർക്കും. ഒരിക്കലും കൂട്ടി യോജിക്കാൻ പറ്റത്തില്ല എന്ന് ബന്ധുക്കാര് പറഞ്ഞു എഴുതിയത് അച്ഛന്റെ അടുത്ത് വന്ന് കൗൺസിലിംഗ് കൊണ്ട് അവർ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, അങ്ങനെ ഒത്തിരി ഇവര് തന്നെ ഇനി ഒരിക്കലും പറ്റുകയല്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞവരെ 2-3 പ്രാവശ്യം പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ആത്മഹത്യ ഇരുത്തി പറഞ്ഞു കൊടുത്ത് തിരിപ്പിച്ച് പല കുടുംബങ്ങൾ വലിയ കേസൊന്നും അല്ല. ചില ഒരു കപ്പല് മുങ്ങുന്നത് ഒരു വലിയ ഓട്ടയല്ല, ഒരുപാട് സൂചിമന കുഴ, കൊച്ചു കാര്യങ്ങളാണ്. ഓരോന്നും നമുക്ക് ടൈം എടുക്കും, പക്ഷെ അതിനൊക്കെ സമയം ഉള്ളപ്പോഴേ വിളിക്കുള്ളൂ, എടുത്തിട്ടില്ല. കാരണം അങ്ങനെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്ത് ഒരുമിച്ച് പോയ ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട്. ചിലപ്പം കോടതി തന്നെ തോന്നും ഇവരെ നമ്മുടെ അടുത്ത് വിട്ടാൽ, അപ്പൊ അവര് കോടതി തന്നെ ഈ യൂട്യൂബേഴ്സും ഒക്കെ ഏൽപ്പിക്കും, ഈ അച്ഛനൊക്കെ പോകാൻ താല്പര്യമുണ്ടോ, അങ്ങനെ ഉള്ള ജാതിമത ഭേദമന്യേ വരും. ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്, ചിലത് ഒട്ടും പറ്റാതെ പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കല, അവർ ഓൾറെഡി പ്ലാൻഡാണ്. ചിലർ വരുന്നത് പ്രോബ്ലം ഉണ്ട്, ഫേസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല ചേട്ടാ. ചിലർക്ക് അറിയാം ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിക്കാൻ പറ്റില്ല. ഇപ്പൊ ചിലവര് എങ്ങനെയെങ്കിലും യോജിക്കണം എന്ന ആഗ്രഹത്തോടെ വരും, പക്ഷെ അച്ഛൻ അവരോട് സംസാരിച്ച് കഴിയുമ്പോ ഇവര് യോജിച്ചാൽ വീണ്ടും പ്രശ്നമാവും, ഒന്നിച്ച് പോകില്ല, അങ്ങനെ തോന്നിയ ബന്ധങ്ങളും ഉണ്ടോ? ഇല്ല. നമുക്ക് യോജിക്കാൻ താല്പര്യമുള്ളവരത് അത് ഓക്കെയാണ്. ചിലരെ നമുക്ക് തന്നെ തോന്നും യോജിപ്പിക്കണ്ട, കാരണം ചിലപ്പോൾ ഒരു കൊലപാതകമോ വേദനയും വന്നാൽ ഞാനും അതിനകത്ത് പങ്കാളിയാവും, അച്ഛൻ കാരണം ഒരുമിച്ച്
കോടതിക്ക് നിയമമുണ്ടല്ലോ. ഓക്കെ. അപ്പൊ കോടതി പരിഗണിക്കുന്ന കേസാണെങ്കിൽ നമ്മൾ മിണ്ടിയല്ല, അത് കോടതി നോക്കിക്കൊണ്ടിരിക്കുന്നത്. കേസ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് നമ്മൾ നോക്കും. പിന്നെ ചിലത് കേസ് കൊടുത്തിട്ടും അവർ അഡ്വക്കേറ്റുകാർ പറയും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് അയക്കും, അതിന് അച്ഛനെടുക്ക് പോകും, അതൊന്നും സഹായിക്കും. പിന്നെ ഒത്തിരി പേര് ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടാറുണ്ട്. ഈ ദമ്പതികൾ വന്ന് ഷെയർ ചെയ്ത ഏറ്റവും രസകരമായ ഒരു പ്രശ്നം, ഒരു ചെറിയ പ്രശ്നം, നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ചിരി വരും, പക്ഷെ അവർക്ക് അത് വലിയ പ്രശ്നമാണ്, അത് നിസ്സാര ഒരു പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതെങ്ങനെയോ നമ്മൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് ധാരണയിലെത്തിയും എത്തിച്ചു കഴിയുമ്പോഴും വൈകാരികമായി തിരുത്താൻ പ്രയാസം സ്ത്രീയാണ്. ആണുങ്ങൾ എല്ലാ തിരുത്തലും കാണിച്ചാലും നമുക്ക് ഇച്ചിരി തിരുത്താൻ എളുപ്പമാണ്. ആണുങ്ങൾ സ്ത്രീകള് മനഃപൂർവ്വം അല്ല, അവര് വികാരത്തിന്റെ മുറിവുണ്ട്. ആ മുറിവ് കൊണ്ട് എന്നാ പറഞ്ഞാലും അവസാനം എന്തെങ്കിലും പറയും. ഇതെല്ലാം പറഞ്ഞ് ഒരു അപ്പനും അമ്മയും മോനും കൂടെ ഇവിടെ വന്നു, എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പന്റെ റോള്, അമ്മയുടെ റോള്, അപ്പൻ വേറെ സ്ത്രീകളെയൊക്കെ നോക്കുന്നു എന്നതായിരുന്നു ഭാര്യയുടെ പരാതി. അത് ഈ വളർന്നു വരുന്ന മോനും കണ്ടുപിടിക്കും, കുടുംബം തകരും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതുപോലെ ഞാനിത് പറഞ്ഞ സാരമില്ല, ഒരുമിച്ച് ഇനി ഇത് ആവർത്തിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, ഈ മോനുണ്ടല്ലോ എന്റെ ഭാവി, ഇവൻ മിടുക്കനായിട്ട് വരും, ധൈര്യം ഇടുവാൻ പറഞ്ഞു. പറഞ്ഞ സ്ത്രീ എന്നാ മിടുക്കനെന്ന് പറയാൻ ഇയാളുടെ മോനല്ലെന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞു പോലും തീർന്നു. ചില വാക്കുകൾ. ഓക്കെ. ഇപ്പത്തെ ജനറേഷനിൽ കുടുംബജീവിതം തകരാനും ഇത്രയും ഡിവോഴ്സ് കേസുകൾ വരാനുള്ള കാരണങ്ങൾ എന്തായിരിക്കും? ഒന്നാമത് ഈ വളരെ കുഞ്ഞു ഫാമിലി, ഒരു മോളോ ഒരു മോനോ ഒക്കെ ഉള്ളൂ. എല്ലാവിധ തൃപ്തിയിലും ജീവിച്ചിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അവര് അസ്വസ്ഥരാകും, അത് സഹിക്കാൻ പറ്റിയല്ല. പിന്നെ രണ്ടാമത് ഏകാന്തതയാണ്. കല്യാണം കഴിച്ചാലും മിണ്ടുകയില്ല, ചുമ്മാ ഫോണെ കിള്ളിക്കൊണ്ടിരിക്കും. അവൾ അവളുടെ ലോകത്ത്, അവൻ അവന്റെ ലോകത്ത്. അങ്ങനെ വരുമ്പോഴത്തേന് ആ ഇന്ററാക്ഷൻ ഇല്ലാതെ വർത്താനം പറഞ്ഞാലേ സ്നേഹത്തിന്റെ തരംഗം അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുകൊള്ളു. വർത്താനം പറഞ്ഞില്ലെങ്കിൽ നെഗറ്റീവ് എനർജി തന്നെ ഈ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിന് വന്നുകൊണ്ടി, അത് പിന്നീട് വർത്തമാനം പറഞ്ഞ ബോറടി ആയിട്ട് മാറും. അങ്ങനെ ഒത്തിരി കുടുംബം അങ്ങനെയായി. അപ്പൊ ഒന്ന്, കൊച്ചു കുടുംബങ്ങള് സഹിക്കാൻ പറ്റുന്നില്ല. രണ്ട്, ഈ സോഷ്യൽ മീഡിയ അതിപ്രസരം. ഒന്നെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നാലും കൂടെ ജോലിക്കാരെ ഫോൺ വിളിച്ചു വിളി, അല്ല കൂട്ടുകാരെ വിളിച്ചു വിളി, കുടുംബത്തിനകത്ത് ഇന്ററാക്ഷൻ ഇല്ല. ഇപ്പൊ ഈ അച്ഛന്റെ ഈ കോമഡി പ്രസംഗം എല്ലാം കേട്ടിട്ട് അതിൽ നിന്ന് ഒരു മലയാള സിനിമ, നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടല്ലോ, മുന്തിരിവള്ളികള്, മുന്തിരിവള്ളി തളിർക്കുമ്പോൾ. അതിന്റെ ഒരു സ്പാർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. പല കുടുംബത്തില് ഇണങ്ങാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞേ, അത് സിന്ധിരാജ് തിരക്കഥാകത്ത് എഴുതി, മോഹൻലാലും മീനയെ അഭിനയിച്ചു. അത് ഈ ഒരു ബേസിക് ദാമ്പത്യത്തിൽ അങ്ങനെ ഇണങ്ങാം എന്ന് പറയുന്നതിന്റെ വിധം, തുണി അലക്കി കൊടുക്കണം, അലക്കി തുണി വിരിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ കൊടുത്ത വളമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഫ്ലവേഴ്സിൽ അച്ഛന്റെ ഒരു രസകരമായ ഒരു ഇത് കേട്ടതാണ്, 7 വർഷം കല്യാണം കഴിഞ്ഞ ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു, അതെന്താണ്? അങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട്. ഈ വിവാഹം ബോറിംഗ് ആയി കഴിഞ്ഞാൽ നല്ലതാണെങ്കിലും ചുമ്മാ ഒരു സെക്കൻഡ് ടീമിനെ നോക്കുക എന്നുള്ളതാണ്. പറയുന്നത് 7th year inch എന്നാണ് സൈക്കോളജി കിട്ടിയത്. 7ാം വർഷത്തിലെ ചൊറിച്ചിൽ ആണുങ്ങളെ ചൊറിച്ചിൽ ഉണ്ടാവും. നല്ല ശതമാനത്തിനുണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരികെയും ചെയ്യും. അത് പിന്നേക്കൊന്നും പോവുകയല്ല, അത് ടെൻഡൻസി ചുമ്മാ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതിനെ ബേസ് ചെയ്തായിരുന്നു മുന്തിരിവള്ളിയെ തളർക്കുമ്പോഴേക്കും സ്പാർക്ക് വന്നത്. മോഹൻലാല് സ്വന്തം ഭാര്യ വേറെ പല പെണ്ണുങ്ങളിലേക്കൊക്കെ പോയി, മോളും അല്പം സ്വഭാവത്തിൽ ചേഞ്ച് വന്നു. അപ്പം തിരിച്ചു വരുമ്പോൾ എന്തെല്ലാം ചെയ്താൽ ഭാര്യയുടെ വിശ്വാസം വീണ്ടെടുക്കാം. അതുപോലെ തന്നെയാണ് അച്ഛൻ എപ്പോഴും കേട്ട് ചിരിക്കാറുള്ളത്, ഇപ്പോഴും ചിരി വരുന്നതാണ് സിംഗപ്പൂർ എന്താ സൈമൺ ഐലൻഡില് ഒരു കർമ്മത്തെ പറ്റി. സോളമൻ ഐലൻഡ്, അതും കൂടെ ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറയാം. സിംഗപ്പൂരിൽ നിന്ന് 8 മണിക്കൂർ പറക്കണം. അവിടെയാണ് ഓസ്ട്രേലിയൻ ടെറിട്ടറി പറക്കുമ്പോൾ ഒരു രാജ്യമാണ് സോളമൻ ഐലൻഡ്. അവിടുത്തെ ഒരു രാജ്യമാണ് പപ്പുവ ന്യൂ ഗിനിയ. അപ്പൊ അവിടെയാണ് ഈ കല്യാണം കഴിഞ്ഞ് മരിച്ച ഒരു ഭർത്താവ് മരിച്ചാലേ അവന്റെ ശരീരം ഓയിലിനകത്തിട്ട് വെച്ചേക്കും, ഫ്രിഡ്ജില്ല ഫ്രീസറില്ല. കിടക്കുമ്പം ആ ദിവസങ്ങളിൽ ഭാര്യ മരിച്ച ആണുങ്ങൾ കെട്ടിയോ മരിച്ച പെണ്ണുങ്ങളുടെ കൂടെ ദമ്പതികളെ പോലെ ജീവിക്കാം. ക്യാൻഡിൽ നൈറ്റ് എന്ന് പറയും. ഒരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക് ഭാര്യയില്ലാത്ത ആണുങ്ങളുടെ കൂടെ 3 ദിവസം ചെലവഴിക്കാം. അത് നിയമപരമായും ആചാരപരമായും
അതിന് സാധ്യതയുണ്ട്. സാധ്യതയുണ്ടോ? ഓക്കെ. സോളമൻ ഐലൻഡ് അതിപ്പോഴും ഉണ്ട്. ആ, അവിടെ ഒരു ദ്വീപിൽ നിന്നും മനുഷ്യരെ തിന്നുന്നവരാണ്. ഓ, ഓക്കെ ഓക്കെ. ആ, ഓക്കെ. അച്ഛന് ഏറ്റവും ഹിറ്റ് അടിച്ച സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഹിറ്റ് ആക്കിയ ഒരു ഡയലോഗ് എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രസംഗം ഏത് ടോപ്പിക് ആയിരുന്നു? അതൊരു പങ്കുവെക്ക ഒരു മനുഷ്യനെ കുറിച്ചാണ്. ആ, ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു വാക്കാണ്. 17 ലക്ഷം പേരങ്ങനെ ഷെയർ ചെയ്തു. ആ, ദൈവത്തിന്റെ സ്വഭാവം ഭക്തിയില്ലാത്ത നീതിമാനെയാണ് നീതിയില്ലാത്ത ഭക്തിനേക്കാൾ ഇഷ്ടം. അതായത് നമ്മളിന്ന് ഒരുപാട് ഭക്തി കാണിക്കുമല്ലോ, മറ്റ് ചാരിറ്റികളൊന്നുമില്ല. അതിനേക്കാൾ പള്ളിയിലും ക്ഷേത്രത്തിലൊന്നും പോകാൻ നിരീശ്വരവാദിയാണ്. ഒരുപാട് നന്മയെങ്കിൽ ആ ഭക്തിയില്ലാത്ത നീതിമാനെയാണ് നീതിയില്ലാത്ത ഭക്തിനേക്കാൾ ദൈവത്തിന് ഇഷ്ടം. ഒത്തിരി വൈറലായ ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് ഒരു പെട്ടെന്ന് ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ കൊണ്ടുപോകും. അപ്പൊ പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ ഒറ്റ വേർഡിൽ പറഞ്ഞാൽ മതി. ഓക്കെ. പക്ഷെ ഒരു ചെറിയൊരു സെഗ്മെന്റ് ആണ്. മോഡേൺ ജനറേഷനിലുള്ള കുടുംബ ജീവിതത്തിലേക്ക് കൊടുക്കാൻ നൽകേണ്ട 3 കാര്യങ്ങൾ, ഒരു 3 ഉപദേശങ്ങൾ മോഡേൺ ജനറേഷൻ ജീവിക്കുന്ന ഒരു കപ്പിൾസിന്. ഒന്നാമതായിട്ട് ജീവിതത്തില് കോപം വരുമ്പോൾ സംസാരിക്കാതിരിക്കുക. ഓക്കെ. 2, നിരാശ വരുമ്പോൾ തീരുമാനം എടുക്കരുത്. ഓക്കെ. 3, അമിതമായ ആഹ്ലാദം വരുമ്പോൾ പാർട്ട്ണർക്ക് വാഗ്ദാനം കൊടുക്കരുത്. ഓക്കെ. ഈ കുടുംബജീവിതം തകർക്കാൻ കാരണമുള്ള 3 ശത്രുക്കൾ. 1, ഈ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവ് ഉപയോഗം. ഓക്കെ. 1. 2, ഈ അയഞ്ഞ വില കുറഞ്ഞ സംസാരങ്ങൾ. 3, പരസ്പര ബഹുമാനത്തിന്റെ കുറവ്. ഓക്കെ. ഓക്കെ. ജീവിതത്തിൽ നടക്കാതെ പോയ ആഗ്രഹം. നടക്കാതെ ആഗ്രഹം ഒരു 360 ദിവസവും ആൾക്കാർ വായിക്കുന്ന ഒരു പുസ്തകം എഴുതണം. അത് 10-80 വന്നാൽ അവിടെ എത്തി നിൽക്കുക, മുന്നോട്ട് പോയിട്ടില്ല. മനോരമനൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതൊന്ന് പൂർത്തിയാക്കണം. അതേ ഉള്ളൂ നടക്കാത്തത്. ബാക്കി ഓർക്കുന്നതിനപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പൊ ഉടനെ തന്നെ നടക്കട്ടെ. പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ. രാഷ്ട്രീയ പ്രവർത്തകർ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഉമ്മൻചാണ്ടി സാറായിരുന്നു. ഒത്തിരി ഇഷ്ടമുള്ളത്. ഇന്ന് എന്റെ ഒരു വലിയ സ്നേഹിതനാണ് റോഷി ഇഷ്ടമാണ്. പല മുരളീധരനെ ഇഷ്ടമാണ്. രാഷ്ട്രീയ കമന്റ്. ഫേവറേറ്റ് ആക്ടർ, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജഗതിയായിരുന്നു. ഇപ്പൊ എനിക്ക് നടന്മാരെ തമ്മിൽ ഇഷ്ടം മമ്മൂട്ടിയാണ്. മോഹൻലാലുമായിട്ട് അടുപ്പ് കൂടുതലുണ്ട്. പക്ഷേ മോഹൻലാലൊക്കെ അടുത്ത കാലത്ത് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പടങ്ങളാണ് ഇറങ്ങുന്നത്. പക്ഷെ മമ്മൂട്ടിയുടെ എപ്പോഴും ഒരു നിലവാരത്തിൽ താഴുന്നില്ല. ഞാൻ ഇപ്പോഴത്തെ അവസാനം വന്ന പടമൊക്കെ മനുഷ്യർ ഛർദ്ദിച്ചു പോയ പടം, ഒരു നിലവാരമില്ലാത്തത്. എങ്കിലും പുള്ളി ഇത്രയും വലിയ മനുഷ്യൻ കൂടി പന്നപ്പടത്തിന് പോകരുത്. അതൊരു നിലവാരം വരുന്നുണ്ടല്ലോ. അത് കാണുമ്പോ അറിയാം, എല്ലാം ഭയങ്കരമാന്ന് പറയും. കാണുമ്പോഴത്തേക്ക് എല്ലാം പലതും വട്ടപ്പൂച്ച. ഇഷ്ടമാണ്, നടനെ ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. ഈയിടയിലൊക്കെ അദ്ദേഹത്തിന്റെ വില ഒരുപാട് കുറച്ചേ ഉള്ളൂ. ഫേവറേറ്റ് ഫിലിം, ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? മനസ്സിൽ ഏറ്റവും ഓർക്കുന്ന 2 പടമുണ്ട്. 1 മമ്മൂട്ടിയുടെ ആദ്യകാല തനിയാവർത്തനം. 2 മോഹൻലാല് ഒക്കെ കിലുക്കം. അത് രണ്ടുമാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ. അച്ഛന്റെ ഭാഷയിൽ എന്താണ് ഡെഫിനിഷൻ ഓഫ് മാരേജ്? മാരേജ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷയിൽ പരസ്പരധാരണയോടുകൂടി 2 ശരീരവും 2 മനസ്സും ഒന്ന് ചേർക്കുന്ന വേദിയാണ് മാരേജ്. ഓക്കെ. ഇനി ഞാൻ കുറച്ച് പേരുടെ പേര് പെട്ടെന്ന് പറയാണ്. അവരെ നേരിട്ട് കാണുമ്പോൾ അച്ഛന് എന്താണ് ചോദിക്കാനുള്ളത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർ. നരേന്ദ്രമോദിയോട് പറയും, നല്ല നേതാവാണ്. ഈ മതവർഗീയത കാണിക്കാത്ത പെരുമാറ്റം കൂടി ചെയ്താൽ നല്ല ലീഡറാണ്. അപ്പം അതില്ലാതാക്കാൻ പറ്റുമോ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ. പിണറായി വിജയനോട് പറയുന്നത്, ഗൗരവം വന്നാലും അല്പം കൂടെ മയത്തിൽ എല്ലാവരോടും ഒന്ന് വർത്താനം പറയാം. ഓക്കെ. രാഹുൽ ഗാന്ധി. അതിന്റെ പറഞ്ഞ മാന്യനായ നേതാവാണ്, പക്ഷെ പിള്ളകളി ഇനിയും പോകാനുണ്ട്, അല്പം കൂടെ ഗൗരവം വരും. ഓക്കെ. AK ആന്റണി എന്ന് പറയും, പ്രായമായി, ഇനി പുതിയ തലമുറയ്ക്ക് നല്ല ഉപദേശം കൊടുത്ത് സ്വസ്ഥമായിട്ട് വിശ്രമിക്കുക. PC ജോർജ്. സ്വന്തം നാവിനെ അല്പം കൂടെ നിയന്ത്രിക്കാൻ പഠിക്കുക. ഓക്കെ. മമ്മൂക്ക നല്ല അഭിനയമുണ്ട്. അതുകൊണ്ട് തരം താന്ന റോളുള്ള ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു മതത്തെയൊക്കെ പരിഹസിക്കുന്നതിൽ മമ്മൂക്കായുള്ള ആ റോള് അഭിനയിക്കരുത്. നല്ല നിലവാരത്തിൽ തന്നെ നിന്നോണം. സുരേഷ് ഗോപി. ഒരു സിനിമാ മന്ത്രിയാണേലും ഒരു കോമാളി വേഷമാണ്, അല്പം കൂടെ സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ലാസ്റ്റ് ലാലേട്ടൻ.
ഓൾറെഡി പറഞ്ഞു അല്ലെ, മോഹൻലാൽ. മോഹൻലാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. മോഹൻലാൽ പറയും ഇത്രയും വലിയ ആളല്ലേ, അതുകൊണ്ട് സെലക്റ്റീവ് ആകണം എടുക്കുന്ന പടം. അങ്ങനെ വലിയ പ്രതീക്ഷ തന്നിട്ട് വട്ടപൂജ ആകരുത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഒരു ചോദ്യം, ഭാര്യമാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം, ഭർത്താവിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം. ഭാര്യമാർ കൊടുക്കാനുള്ള ഉപദേശം, ഏത് ബുദ്ധിമുട്ടിലും വിധേയത്വമുള്ള ഒരാളായി ജീവിക്കാൻ ശ്രമിക്കുക. ഭർത്താക്കന്മാർക്ക് പഴയ കാലമല്ല, ഭാര്യ ചുമ്മാ ഭരിക്കരുത്, നല്ല ഫ്രണ്ടായിട്ട് സൗമ്യതയോടെ ഇടപെടും.